ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ നടത്തിയ ചർച്ചകളുടെയും സണ്ണി കമ്മിറ്റി റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നലെ LST മിനിസ്റ്റർ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അപ്പൊ എല്ലാ വകുപ്പ്, റവന്യൂ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി എടുക്കുകയുണ്ടായി. അപ്പൊ എല്ലാവരും ചേർന്നിട്ടാണ്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി 2 ദിവസം ഉണ്ടാവും, ഫിനാൻസ് സെക്രട്ടറി എത്തിക്കഴിഞ്ഞു, എല്ലാ പ്രധാനപ്പെട്ട സെക്രട്ടറിമാരൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചില ജില്ലാ കളക്ടർമാരെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും സാധ്യതകൾക്ക് അനുസരിച്ചായിരിക്കും അവരുടെ പങ്കാളിത്തം. പിന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും വ്യവസായ വകുപ്പിന്റെ ജനറൽ മാനേജർമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ അദ്ദേഹം ഒഫീഷ്യൽ ഡെലിഗേഷൻ പ്രത്യേകം കാണും. പിന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ 1-to-1 മീറ്റിങ്ങുകളുണ്ട്. ഞാനും പ്രത്യേകം ആവശ്യപ്പെടുന്നവരായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററുമായിട്ട് ഇന്ന് CM പ്രത്യേകം കാണുന്നുണ്ട്. നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിൽ നല്ല പിന്തുണ ഇന്നലെ തന്നെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്നതും വരുന്നവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഗവൺമെന്റ് ആസ് എ ഹോൾ ഇവിടെ ഉണ്ട്, പ്രതിപക്ഷമുണ്ട്, നിങ്ങളെല്ലാവരും ഇതിൽ പോസിറ്റീവായ കാര്യങ്ങൾ നിൽക്കുന്നു. അപ്പോൾ വരുന്ന സംരംഭകർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. കാരണം നമ്മളെല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടല്ലേ പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ഇതിന്റെ പ്രത്യേകത ഇതൊരു ഒറ്റയ്ക്ക് പെട്ടെന്നൊരു ഇവന്റ് നടത്തുന്നതല്ല. എല്ലാ തയ്യാറെടുപ്പുകളോടെ നന്നായൊരു ഇവന്റ് നടത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിന് മുന്നോടിയായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഓരോ പരിപാടിയിലും മാപ്പ് ചെയ്യുന്നതിന്റെ ഒരു തുടർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ വരുന്ന EOE നമ്മൾ തിരിക്കും. അതിന് ശേഷം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയാം. ഉടൻ നടപ്പിലാക്കാൻ കഴിയാവുന്നതുണ്ടാവും, ചിലത് കുറച്ച് സമയം വേണ്ടി വരുന്നതുണ്ടാകും, അതിന് പ്രത്യേക ടീം എങ്ങനെ പ്രവർത്തിക്കും. അത് എനിക്ക് തോന്നുന്നു സമ്മിറ്റ് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കഴിയും. കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് എറണാകുളത്ത് അല്പസമയത്തിനകം തുടക്കമാവാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി മന്ത്രി P. രാജീവ് സംസാരിക്കുകയായിരുന്നു.